ഇത് നമുക്ക് 1,50,000 രൂപ കൊടുക്കാം. 2009 ലാസ്റ്റ്. ഒരു റീപ്ലേസ് ഗ്യാരണ്ടി. ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡൽ എപ്പോഴും ചെക്ക് ചെയ്തെടുത്തോട്ടെ. നല്ല നീറ്റ് വണ്ടി. ഇത് നമുക്ക് ഓഫർ പ്രൈസിലെ കൊടുക്കാം. 2,40,000 കൊടുക്കാം. 2010 വണ്ടിയോ? 2010 11 റൈസർ. ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്കല്ല 75 രൂപ ഇതും കൊടുക്കാം. എപ്പോഴും അന്വേഷണം വന്നിടത്തോട്ടെ. 2009 കേട്ടോ. 1,50 17 മോഡലാട്ടോ. നല്ല വൃത്തിലുണ്ട്. ചെറിയ ഫാമിലിക്ക് അല്ല ഉസാർ വണ്ടി. 85 രൂപയ്ക്ക്. അത് ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. അടിപൊളി. അത് നമുക്ക് 65 രൂപയ്ക്കും കൊടുക്കാം. 65,000 രൂപയ്ക്ക് 2007 വണ്ടി. ഈ ഒരു ഷോറൂമിലെ വീഡിയോ നമ്മൾ എപ്പോൾ ചെയ്താലും ഇവിടെ വണ്ടി എടുക്കാൻ വരുന്നവർ തമ്മിൽ അടിയാണ്. കാരണം എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട്. കാരണം അത്രയും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികളാണ് നിലവിൽ കൊടുക്കുന്നത്. പക്ഷേ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ പഴയ വണ്ടികളൊക്കെ വെക്കുന്ന സ്ഥാപനങ്ങളിലൊക്കെ വണ്ടികളുടെയൊക്കെ അവസ്ഥ വളരെ മോശമായിരിക്കുന്നത്. പക്ഷേ ഒരിക്കലും അല്ല. ഈ ഒരു ദിലൂസ് മോട്ടോഴ്സിൽ വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഒരുവിധം വണ്ടികളൊക്കെ എന്ന് പറയുന്നത് എല്ലാം ക്വാളിറ്റി വൈസ് നല്ല അടിപൊളി വണ്ടികളാണ്. മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒന്നും തന്നെ റീപ്ലേസ്മെൻറ്റ് ഇല്ലാത്ത വണ്ടികളാണെന്നുള്ളതാണ്. മിക്കവാറും വണ്ടികളൊക്കെ സിംഗിൾ ഓണറാണ്. വണ്ടി നിങ്ങൾ വന്ന് നോക്കിയോ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് കറക്റ്റാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിന്ന് വന്നിട്ടുള്ളത് ദിലോസ് മോട്ടോഴ്സിലാണ്. നമ്മുടെ പാണ്ടിക്കാടാണ് ഇവിടെ എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. എന്താ പറയുക, ചെറുവണ്ടികൾ മാത്രമേ ഉള്ളൂ. ഒരു 2.5 ലക്ഷം രൂപയുടെ ഉള്ളിൽ വരുന്ന വണ്ടികൾ മാത്രമാണ്. അതിൽ പകുതിയിലധികവും ഒരു 1 ലക്ഷം രൂപേൻ്റെ ഉള്ളിലുള്ള വണ്ടികളാണെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഒരു അവസരം കളയണ്ട. നമ്പർ വെച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കുക. വണ്ടികൾ ഇഷ്ടപ്പെട്ടാൽ കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കേട്ടോ. വേഗം കാണിച്ചു തരാം. ഓവർ ഡിലേ ആക്കുന്നില്ല, നേരെ വീട്ടിലേക്ക്. അപ്പോൾ എന്തായാലും നമ്മുടെ ദിലോസ് മോട്ടോഴ്സിൽ ഇന്ന് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ചെറുവണ്ടികൾ നോക്കുന്ന ഒരാൾ പോലും മിസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും തുടങ്ങാം. എന്താ വണ്ടികളുടെ അവസ്ഥ? ഒക്കെ ചെറുമോഡൽ വണ്ടികളാണ്. നല്ല വണ്ടികൾ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെറുമോഡൽ വണ്ടികൾ. പഴയ മോഡൽ വണ്ടിയാണ്. പഴയ മോഡൽ വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. എല്ലാം നല്ല ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അടിപൊളി. അപ്പോൾ എന്തായാലും ആദ്യത്തെ വണ്ടിന്റെ റിച്ച് അനുസരിച്ച് മോഡൽ ഇത് 2013 മോഡൽ ന്യൂ മോഡൽ വരുന്ന വണ്ടിയാണ്. 13 ന്യൂ മോഡൽ. ഡീസൽ VDI. നല്ല 4 പുത്തൻ ടയറും ഉണ്ട്. ഒക്കെ അല്ല ഫുള്ള് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് 1.22 ഓടിയിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പ് ആണ്. ഒരു റീപ്ലേസും ഇല്ല. ഒന്നുമില്ല. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 2,80,000 രൂപയ്ക്ക്. 2013 മോഡൽ ഡീസൽ VDI. 2,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോണും കയറില്ല. ലോൺ കയറും. അടുത്തത് ഇതാണെങ്കിലോ? ഇത് നമുക്ക് 2016 മോഡൽ. 16 മോഡൽ സെക്കൻഡ് ഓണർ വണ്ടി. 95,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഇല്ല. ഒന്നുമില്ല. നല്ല വൃത്തിയിലുണ്ട്. എന്താ വില? ഇത് നമുക്കൊരു 2,05,000 രൂപ കൊടുക്കാം. 2,05,000 ഇതൊക്കെ ഓഫർ റേറ്റ് ആണോ? അതൊക്കെ എവിടെ ചെക്ക് ചെയ്ത് എടുത്തോളൂ. 2,05,000 രൂപയ്ക്കാണ് 16 വണ്ടിയായിരുന്നു കേട്ടോ. ഇത് 2009 ലാസ്റ്റ് വണ്ടി സ്വിഫ്റ്റ് VDI. 9 ലാസ്റ്റ് VDI. ഒരു റീപ്ലേസും ഇല്ല. 5 വർഷം പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് നീറ്റ് വണ്ടിയാണ്. ഫുൾ നീറ്റ് എങ്ങനെ വന്നിട്ട് അലവിയിലെ കാര്യങ്ങള് എല്ലാം വരുന്നുണ്ട്. വേറെ വണ്ടി അപാകതയില്ലല്ലോ? ഒരു അപാകതയില്ല. ഫുൾ ചെക്ക് ചെയ്തെടുക്കാം. നമുക്ക് എന്താ വില? ഇത് നമുക്ക് 1,50,000 രൂപ കൊടുക്കാം. 2009 ലാസ്റ്റ്. ഒരു റീപ്ലേസ് ഗ്യാരണ്ടി. അതും ഡീസൽ ആർക്കെങ്കിലും വേണം നോക്കിയോ. 1,80,000 രൂപയ്ക്ക് 2009 മോഡൽ ലാസ്റ്റ് വണ്ടി കേട്ടോ. പേപ്പർ എടുത്താണല്ലോ? പേപ്പർ എടുത്ത് 5 വർഷം ഉണ്ട്. അതെ. ഇനിയിപ്പോ ഇതാണെങ്കിലോ? ഇത് 2017 മോഡൽ കിഡ് MT ഓട്ടോമാറ്റിക് അല്ലേ? കിലോമീറ്റർ 60,000 കിലോമീറ്റർ. തേർഡ് ഓണർഷിപ്പിലാണ്. 17 ഒറിജിനൽ മലപ്പുറം വണ്ടി. ഒരു റീപ്ലേസും ഇല്ല. അതിലേക്ക് ഗീർബോസ് MT ഗീർബോസ് വരുന്നതാണ്. എന്താ വില? ഇത് നമുക്ക് 2,30,000 രൂപയ്ക്ക്. ഓട്ടോമാറ്റിക് ആണ്. 2017 മോഡൽ എപ്പോഴും ചെക്ക് ചെയ്തെടുത്തോട്ടെ. നല്ല നീറ്റ് വണ്ടി. അത് മുതലാണ് അല്ലേ? ചെക്ക് ചെയ്തെടുത്തോട്ടെ. ആർക്കെങ്കിലും വേണം നോക്കി. നല്ല ക്ലീൻ പീസ് വണ്ടി. 2,35 ഓട്ടോമാറ്റിക് വണ്ടി കേട്ടോ. അതേപോലെ തന്നെ ഇതാണെങ്കിൽ ഇത് 2014 ലാസ്റ്റ് വണ്ടി. 14 ലാസ്റ്റ്. ഒരു 2 രൂപയുടെ ഉള്ളിൽ കൊടുക്കാം അല്ലേ? ഇത് 2 രൂപ താഴെ കൊടുക്കാം. അതെ. പിന്നെ ഇത് നമുക്ക് പിന്നെ റേറ്റ് ഒക്കെ എത്ര വരുന്നുണ്ട്? ഇത് നമുക്ക് 2014 വണ്ടി 4 ഓണർഷിപ്പ് വരുന്നത്. 1.3 ഓടിയിട്ടുണ്ട്. റീപ്ലേസ്മെന്റിലുള്ള ഗ്യാരണ്ടി കൊടുക്കാം. ഇത് നമുക്ക് 1,80,000 രൂപ കൊടുക്കാം. 1,80,000. 14 ലാസ്റ്റ്. നല്ല നീറ്റ് വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടി. വേറെ അപാകതയൊന്നുമില്ല. ഒന്നുമില്ല. അതൊക്കെ ചെക്ക് ചെയ്ത ഗ്യാരണ്ടി കൊടുക്കാം. അതാണ്. അടുത്തത് ഇത് 2009 ലാസ്റ്റ് മോഡൽ A-Star VXi. 9 അല്ലേ? 9 ലാസ്റ്റ്. 4.5 വർഷം പേപ്പർ ഉണ്ട്. ഇത് 1 മോഡൽ സിലിണ്ടറിന് തേർഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഒരു അപാകതയില്ല. അതൊക്കെ നമ്മളല്ലേ റീപ്ലേസിലുള്ള ഗ്യാരണ്ടി നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്ക് 1,20,000 രൂപ കൊടുക്കാം. 1,20,000 കൊടുക്കാം. VXi കേട്ടോ. പുതിയ പേപ്പർ, പുതിയ ഇൻഷുറൻസ്. പുതിയ പേപ്പർ അടിപൊളി. അതുപോലെ തന്നെ ഇത് 18-19 റൈസർ വണ്ടിയാണ്. 19 റൈസറാണ്. CNG വരുന്നത്. അൾട്ടോ 19 റൈസർ. പിന്നെ CNG ഉണ്ട്. 30 കിലോമീറ്റർ മൈലേജ് കിട്ടും. അതാണ്. ടയറും കാര്യങ്ങളും സീറ്റും കാര്യങ്ങളും റീപ്ലേസ്മെന്റ് എല്ലാതും. 19 റൈസർ. 19 അല്ലേ? അത്യാവശ്യം നല്ല നീറ്റ് വണ്ടി. നല്ല നീറ്റ് വണ്ടി. കിലോമീറ്റർ 1.5. എന്താ വില? ഇത് നമുക്കൊരു 2.35 കൊടുക്കാം. എവിടെ അന്വേഷിച്ചോട്ടെ. CNG വണ്ടി 19 റൈസറാണ്. 2.30 CNG കൂടിയാണ്. അതും അടിപൊളി വണ്ടി. RC CNG ഉണ്ട്. നല്ല ക്ലീൻ വണ്ടി.
ഓ അത് എന്തായാലും നല്ല പ്രൈസ് ആട്ടോ. അതെ അതെ 235 നിങ്ങൾക്ക് എടുത്തോണ്ട് പോവാം. അതേപോലെ തന്നെ നല്ല ബോലോറോ നമുക്ക് 2010 പതിനൊന്ന് റൈസർ വണ്ടിയാണ്, SLS ആണ്, 2031 പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഓഫർ പ്രൈസിനെ കൊടുക്കാം, 245 കൊടുക്കാം. 2010 വണ്ടിയോ? 2010 11 റൈസർ SLS പേപ്പർ എടുത്തോ? പേപ്പർ എടുത്ത വണ്ടി എടുത്തു അല്ലേ? 2,40,000. 245 ഓഫർ പ്രൈസ് ആണ്. 260 2 ചോദിച്ചാൽ നമുക്ക് 240 കൊടുക്കാം. നല്ല പ്രൈസ്, നല്ല വണ്ടി, നല്ല ക്ലീൻ പീസ്. ആർക്കും നോക്കിയെടുക്കാം, ഒരു അപാകതയില്ല. ഒന്നുമില്ല. കൊള്ളാം കേട്ടോ. ബാക്കോട്ട് പോകുമ്പോ ഒരു ഇത് നമുക്ക് സാൻഡ്രോ അതൊക്കെ ഓഫർ പ്രൈസ് കുറെ കൊടുക്കാം, ചെറുവണ്ടിയാണ് കൊടുക്കാം. സാൻഡ്രോ ഏതാ മോഡല്? ഇത് 2008 മോഡല്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. 8 സെക്കൻഡ് ഓണർ, ഒന്നിന്റെ ഉള്ളിൽ ഓടിയിട്ടുള്ളൂ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമുക്ക് 75 രൂപ കൊടുക്കാം. 75 അന്വേഷണം റീപ്ലേസ് വണ്ടി, നല്ല നീറ്റ് വണ്ടി അല്ലേ? അതും 75 രൂപ തരുന്നത്. ഇത് ചെറിയ കായ്ക്കൊരു വാഗനർ നമുക്ക് 2009 റൈസർ 29 പേപ്പറിലാണ്. 9 വണ്ടി VXI ആണ്, 29 പേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ടയർ പുതിയതുണ്ട്. ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് 75 രൂപ ഇതും കൊടുക്കാം. എവിടെ അന്വേഷണം വന്നിട്ടുണ്ടോ 2009 ഇത് 2008 അൾട്ടോ LXI. ഇത് നമുക്ക് ഓഫർ പ്രൈസ് ആയിട്ട് 75 രൂപ കൊടുക്കാം. 75 രൂപ. AC പവറൊക്കെ വർക്കിംഗ് നല്ല വൃത്തിയുള്ള വണ്ടി, 75 രൂപ. 2008 മോഡൽ അല്ലേ? 2008 മോഡൽ LXI ഒക്കെ പക്ക. അത് 75 രൂപ. ഇത് 2012 അൾട്ടോ, ഇത് നമുക്ക് 110 കൊടുക്കാം. LXI 12 അൾട്ടോ LXI ഒരു ഗ്ലാസിനും മാറിയിട്ടില്ല, നല്ല നീറ്റ് വണ്ടി അല്ലേ? 110 കൊടുക്കാം. അതുപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് സൊലോറിയ നമുക്ക് 2014 വണ്ടിയാണ്, LXI വണ്ടിയാണ്, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത് നമുക്കൊരു 255 കൊടുക്കാം. ഇത് കളർ മാറ്റി ചെയ്താ? അല്ലല്ല, ഒറിജിനൽ കളർ കമ്പനി വൈറ്റ് സലോറിയ 14 മോഡല്. സോറി, ഇത് വൈറ്റ് തന്നെയല്ലേ? ശരി, നല്ല നീറ്റ് വണ്ടി, ധൈര്യത്തോടെ കൊണ്ടുപോകാം. 2014 255 LXI 255 2,55,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എടുത്തോണ്ട് പോട്ടെ. നല്ല നീറ്റ് വണ്ടി കേട്ടോ. നമുക്ക് റെഡിക്കോ 2017 മോഡല്. 17 മോഡൽ AC പവർ വിൻഡോ വരുന്നതാണ്. റീപ്ലേസ് ഗ്ലാസോ കാര്യങ്ങളോ ഒന്നും മാറിയിട്ടില്ല, എല്ലാം വർക്കിംഗ് ആണ്. ഇത് നമുക്ക് 255 ഇതും കൊടുക്കാം. ഇത് പിന്നെ മാനുവൽ അല്ലേ? മാനുവൽ അല്ലേ? മാനുവൽ 155 155 17 മോഡലാട്ടോ. നല്ല വൃത്തിയിലുണ്ട്, ചെറിയ ഫാമിലിക്ക് അല്ല ഉസാർ വണ്ടി. 17 മോഡൽ 155 ഇതും കൊടുക്കാം, അത് കൊടുക്കാം. നല്ല വൃത്തിയുള്ള വൃത്തിയിലുണ്ട്. അടുത്തത് ഇന്നോവ നമുക്ക് 2015 ആണ്, ഇന്റർകൂളർ ആണ്, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നത്, G4 ഓപ്ഷൻ വരുന്നത്, റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റർകൂളർ ഇത് നമുക്ക് കേരളത്തിൽ നമ്പർ ആക്കിയിട്ട് മലപ്പുറം RTPS ആക്കിയിട്ട് നമുക്ക് 790 കൊടുക്കാം. 2015 ഒന്നും ചെയ്യാം, നോക്കാല ഫുൾ നീറ്റ് വണ്ടി, ഒരു അപാകത ഇല്ല. ഇന്റർകൂളർ എല്ലാം വർക്കിംഗ് ആണ്, ആട്ടോൾ സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 790 നമ്പർ ആക്കിയിട്ടോ. 7,90,000 മോഡൽ ഒരു അപാകത ഇല്ല, നീറ്റ് വണ്ടി ഒക്കെ ചെക്ക് ചെയ്ത് നമ്മൾ നോക്കി കൊണ്ടുപോകാം. അവിടെ ബാക്കിൽ വണ്ടി എടുക്കണ്ടല്ലോ. ഇതോ ബാക്കിൽ നമുക്ക് ഐറ്റം ഉണ്ട്. ഐറ്റം പേര് 2010 മോഡല്, പുതിയ പേപ്പർ എടുത്തത്, AC പവർ വിൻഡോ ബാഗിന. ഇത് നമുക്ക് 80 രൂപയ്ക്ക് ഓഫർ പ്രൈസ് ആണ്. 80 രൂപ 2010 പുതിയ പേപ്പറോട് കൂടിയിട്ട് വെറും 80,000 രൂപയ്ക്ക് ഒരു അൾട്ടോന്റെ വിലക്കാർ കൊടുക്കുക. ഇന്ത്യക്ക വിസ്റ്റ വരുന്നുണ്ട്. വിസ്റ്റ 2011 മോഡല്, 2011 ലാസ്റ്റ് വണ്ടിയാണ്, സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്, ഫുൾ ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്നതാണ്. സ്വിഫ്റ്റ് എഞ്ചിൻ വരുന്നത്, കോട്ടർ ജെറ്റ്. ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 85,000 രൂപയ്ക്ക് 85 രൂപയ്ക്ക് അത് ഫുൾ ഓപ്ഷൻ ഡീസൽ വണ്ടി. ഇത് 2011 LXI ലാസ്റ്റ് പേപ്പർ വരിക, 11 LXI റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല, ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ഇത് നമുക്ക് 85 രൂപ കൊടുക്കാം. 11 വണ്ടി അടിപൊളി. 11 വണ്ടിക്കാണ് 85 രൂപയ്ക്ക് തരുന്നത് കേട്ടോ. വെറും 85,000 ആണ്. അതേപോലെ തന്നെ ഇതാണെങ്കിലോ? ഇത് 2007 LXI അൾട്ടോന് ചെറിയ പാർട്ടിക്ക് ഡ്രൈവിംഗ് അടിച്ചാൽ മറ്റേ ചെറിയ വണ്ടി, ഫുൾ കണ്ടീഷൻ പറഞ്ഞപ്പോൾ എന്റെ ബോഡി കാര്യങ്ങളൊക്കെ ചെറിയ റീപ്ലേസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് 65 രൂപയ്ക്ക് കൊടുക്കാം. 65,000 രൂപയ്ക്ക് 2007 വണ്ടി, അതും ഈ പറഞ്ഞ പോലെ തന്നെ പേപ്പർ ബുക്ക്. അപ്പൊ ഞങ്ങൾ നമ്പർ വെച്ചിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും വണ്ടി കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ എല്ലാം കാറ്റലോഗ് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, വരുന്നത് നല്ലോണം ചെക്ക് ചെയ്തോളൂ. എല്ലാം നല്ല ക്വാളിറ്റി വണ്ടി ഉള്ളതൊക്കെ, ചെറുവണ്ടി ആയി നല്ല ക്വാളിറ്റി വിലകൾ എവിടെ അന്വേഷിച്ചിട്ടോ കേട്ടോ, എവിടെ അന്വേഷിച്ച് പോകുന്നത്. അത് ഈ പ്രൈസിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ കഴിയില്ല, മാക്സിമം കുറച്ചാണ്. 75 രൂപ 2008 LXI ആൾട്ടോ എവിടെയും തന്നെ കിട്ടൂല. അപ്പൊ എന്തായാലും വരുന്നവരെ വിളിക്കും, ഡീറ്റെയിൽസ് ഒന്ന് കൊടുത്താൽ കാറ്റലോഗ് നമ്മുടെ വാട്സ്ആപ്പ് ലിങ്ക് ഉണ്ട്, കാറ്റലോഗിൽ വരും. എപ്പിസോഡ് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.